Vector spaces. Definition and examples. Definition. A vector space or a linear space consists of the following. Okay. A field F of scalars, a set V of objects called vectors, a rule or an operation called a vector addition which associate with each pair of vectors u and v so that u plus v equal to v in v and called the sum of u and v. അപ്പോൾ വെക്ടർ സ്പേസ് എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നുകൂടി നമ്മൾ വീണ്ടും ജസ്റ്റ് വെക്ടർ സ്പേസ് എന്താണെന്ന് പറയുന്നു. അതുപോലെ വെക്ടർ സ്പേസുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് കാണാം. അപ്പോൾ ആൾറെഡി പറഞ്ഞു, ഒരു വെക്ടർ സ്പേസ് വി എന്ന് പറഞ്ഞ ഒരാൾ വെക്ടർ സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ ഓവർ സം എഫ് ആണ് പറയുക. ആ എഫ് എന്ന് പറയുന്നത് ഫീൽഡായിരിക്കും. സ്കാലേഴ്സിൻ്റെ കളക്ഷനാണ് ആ ഫീൽഡായിട്ട് വരാൻ പോകുന്നത്. ഇനി വെക്ടർ സ്പേസിലെ ഓരോ എലമെൻറ്റിനെയും പേരിൽ കിടക്കുന്ന പോലെ തന്നെ വെക്ടർ സ്പേസ് അല്ലേ. സോ ഓരോ എലമെൻ്റ് ഒരു വെക്ടറായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മൾ എന്ത് പറഞ്ഞ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ 4 കണ്ടീഷൻസ് എന്താ? അഡിറ്റീവ് കണ്ടീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് അല്ലേ. യു പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് യു ആയിരിക്കണം. അടുത്ത എന്തായിരുന്നു? അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. എന്താ? യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഫോർ എവരി യു കോമ വി കോമ ഡബ്ല്യു ബിലോങ്സ് ടു ക്യാപിറ്റൽ വി. അടുത്തെന്താ? there exists an element called zero element അല്ലേ. യു പ്ലസ് സീറോ ഈക്വൽ ടു യു ഈക്വൽ ടു സീറോ പ്ലസ് യു. അടുത്തെന്താ? മൈനസ് യു പ്ലസ് യു ഈക്വൽ ടു സീറോ ഈക്വൽ ടു യു പ്ലസ് മൈനസ് യു. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഈ 4 കണ്ടീഷൻസും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? സത്യത്തിൽ വി എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ ഒരു അബീലിയൻ ഗ്രൂപ്പായി മാറും. ഓക്കെ. ഇനി എന്താ വേണ്ടേ? ദ റൂൾ ഒരു ഓപ്പറേഷൻ കാൾഡ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. എന്താ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാവുക? ഒരു സ്കാലാർ എടുത്ത് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. തിരിച്ച് കിട്ടുന്നത് എന്തുതന്നെയായിരിക്കണം? ഒരു വെക്ടറിനെ ആയിരിക്കണം. ഓക്കെ. ദറ്റ് മീൻസ് വിച്ച് അസോസിയേറ്റ്സ് ഈച്ച് സ്കാലർ ആൽഫ ഇൻ എഫ് ആൻഡ് എ വെക്ടർ യു ഇൻ വി, എ വെക്ടർ ആൽഫ യു ഇൻ വി കോൾഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ആൻഡ് യു ഇൻ സച്ച് എ വേ ദാറ്റ് എന്തൊക്കെയായിരിക്കണം? നമ്മൾ പറഞ്ഞു, ഈ ഫീൽഡ് ആയതുകൊണ്ട് വെക്ടർ സ്പേസ് ആയതുകൊണ്ട് അതിനകത്തുള്ള അഡീഷൻ ഉണ്ട് അല്ലേ. സോ യു പ്ലസ് ബി ആഡ് ചെയ്യേണ്ട അവസ്ഥ വരും. സോ ആൽഫ ഇൻറ്റു യു പ്ലസ് ബി ഈക്വൽ ടു ആൽഫ യു പ്ലസ് ആൽഫ ബി ഫോർ ഓൾ യു കോമ വി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വി ആൻഡ് ഫോർ എനി സ്കാലർ ആൽഫ. അടുത്തെന്താ? ഫീൽഡിനകത്ത് 2 എലമെൻറ്റ്സ് ആഡ് ചെയ്യാം അല്ലേ. ആൽഫ പ്ലസ് ബി ഇൻറ്റു യു ഈക്വൽ ടു ആൽഫ യു പ്ലസ് ബീറ്റ യു അല്ലേ. അടുത്ത ആൽഫ ഇൻറ്റു ബി യു ഈക്വൽ ടു എന്താ? ആൽഫ ബി ഇൻറ്റു യു. ഇനി അടുത്തെന്താ? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻറ്റു യു. സോ 1u ഇൻറ്റു യു ഈക്വൽ ടു യു ഫോർ ഓൾ യു എലമെൻറ്റ് ഓഫ് വി. സോ ഇത് കട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഓട്ടോമാറ്റിക് ഇൻഫോം ചെയ്യും വി എന്താണെന്ന് പറയാൻ പറ്റും? വി ഈസ് എ വെക്ടർ സ്പേസ് ഓവർ എഫ് ആണെന്ന് പറയാൻ പറ്റും. When the scalars are real numbers, we often call it as a real vector space. When the scalars are complex numbers, we call it as complex vector space. ഇനി നമ്മൾ ജസ്റ്റ് ഡെഫിനിഷനിൽ പറയണമെന്നുള്ളൂ. എടുക്കണ സ്കാലേഴ്സ് എഫ് എന്ന് എടുക്കണം. ഇതാണ് റിമാർക്ക് 1 എന്ന് ഉദ്ദേശിക്കുന്നത്. സ്കാലേഴ്സ് എടുക്കുന്നത് എഫിൽ നിന്ന് തന്നെ എടുക്കുന്നത് ആറോ അല്ലെങ്കിൽ സി ആവണം നിർബന്ധമില്ല. ഏത് ഫീൽഡിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. അതായത് Z3, Z4, Q ഏത് വേണമെങ്കിൽ എടുക്കാം. തൽക്കാലം നമ്മുടെ കാര്യങ്ങളിലൂടെ പഠിക്കാൻ വേണ്ടി നമ്മൾ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സും മാത്രമേ എടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ. ഫോം ദ അഡീഷൻ ആക്സിയം V1 to V4 എന്താ? V1 to V4 എന്താ? V1 to V4 എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താണ്? അബീലിയൻ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷനാണ് അല്ലെ. അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പാണ് വി എന്ന് പറയുന്ന ഡെഫിനിഷനാണ് കിടക്കുന്നത്. പിന്നെ എന്താ വരാൻ പോകുന്നത്? സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. ശ്രദ്ധിക്കുക. എന്താ? ബൈനറി ഓപ്പറേഷൻ ആവണമെങ്കിൽ എന്ത് വേണം? വിയിലെ എലമെൻ്റ് എടുത്ത് ബൈനറി ഓപ്പറേഷൻ ആവണമെങ്കിൽ വി ക്രോസ് വിയിൽ നിന്ന് എവിടേക്കാണ് പോകണം? വിയിലോട്ട് പോകണം. പക്ഷേ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എവിടേക്കാണ് പോവുക? നോക്കുക. സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എഫ് ക്രോസ് വിയിൽ നിന്നാണ് എവിടേക്ക് പോകുന്നത്? വിയിലോട്ട് പോകുന്നത്. സോ അതൊരു ബൈനറി ഓപ്പറേഷൻ അല്ല. V5 to V8 എങ്ങനെ വരുന്നതാണ്? V5 to V8 എന്ന് പറയുന്നത് ആ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം തന്നെ വിയിലെ അഡിറ്റീവ് പ്രോപ്പർട്ടിയും മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയും അതുപോലെ എഫിലെ അഡിറ്റീവ് മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടികൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ ആവശ്യമുള്ളത്. ഓക്കെ. ലെറ്റ് വി ഈക്വൽ ടു ആർ. എന്താ എക്സാമ്പിൾ? ഇപ്പോൾ നമ്മൾ വെക്ടർ സ്പേസുകൾക്ക് എക്സാമ്പിൾ കാണാൻ പോവുകയാണ്. ലെറ്റ് വി ഈക്വൽ ടു ആർ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ലെറ്റ് എക്സ് പ്ലസ് വൈ ആൻഡ് എ എക്സ് ബി ഓർഡിനറി അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം ആൾറെഡി എന്ത് റിയൽ നമ്പേഴ്സ് വീണ്ടും ആഡ് ചെയ്ത് തന്നെയായി മാറും. റിയൽ നമ്പർ ആവും. അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതിനകത്ത് 0 എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ട്. അതുപോലെ അത് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. സോ അണ്ടർ അഡീഷൻ അബീലിയൻ ആർ പ്ലസ് അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പാണെന്നുള്ളത് അറിയാം അല്ലേ. ഇനി എന്താ വേണ്ടേ? റിയൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തിനു കിട്ടും? റിയൽ നമ്പേഴ്സിനെ ഫീൽഡായ റിയൽ നമ്പർ എന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും
എന്തായിട്ട് തന്നെ ചെയ്യണത്, റിയൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് തന്നെ നിൽക്കണത്. സോ മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും റിയൽ നമ്പർ തന്നെ വരും എന്നുള്ളത് ഉറപ്പാണ് അല്ലേ. ഇനി എന്താ ചെയ്യാൻ പറ്റുക, റിയൽ നമ്പേഴ്സ് എടുത്തു, അതിനെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഇവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും അവിടെ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ഹോൾഡ് ചെയ്യും. അതുപോലെ ആൽഫ ബീറ്റ ഇൻറ്റു യു ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കുഴപ്പമുണ്ടാവില്ല. ഇനി 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് റിയൽ നമ്പേഴ്സിലുണ്ട്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ആ റിയൽ നമ്പർ തന്നെ കിട്ടും. സോ നമ്മുടെ V5 V6 V7 V8 എന്നുള്ള എല്ലാ കണ്ടീഷൻസും ഹോൾഡ് ചെയ്യും. സോ R/R ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. നേരത്തെ തന്നെ പറഞ്ഞു R/R മാത്രമല്ല, ഏത് ഫീൽഡ് എടുത്താലും F എന്ന് പറഞ്ഞൊരു ഫീൽഡ് എടുത്താൽ F/F എന്ന് പറയണത് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. സോ R is a vector space over the field R. Okay. Let V equal to Z. Complex numbers എടുക്കാൻ പോവാണ്. സോ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. ഫോർ എനി 2 കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. Z1 ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ 5th കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാന്ന്. Z1 ഈക്വൽ ടു x പ്ലസ് IY y1, Z2 ഈക്വൽ ടു x2 IY2 ആണെങ്കിൽ Z1 പ്ലസ് Z2 ആഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, x1 പ്ലസ് x2 പ്ലസ് I ഇൻറ്റു y1 പ്ലസ് y2. ആൻഡ് ആൽഫ Z1 സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, ആൽഫ ഇൻറ്റു x1 പ്ലസ് I ആൽഫ y1. ഇവിടെ എടുക്കുന്ന സ്കാലേഴ്സ് നമ്മൾ റിയൽ നമ്പേഴ്സാണ് എടുക്കാൻ പോകുന്നത്. ആൽഫോൾ റിയൽ നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. ഓക്കെ, both Z1 plus Z2 and alpha Z1 are complex numbers. Hence C is closed with respect to both addition and scalar multiplication. ഇനി നമുക്ക് V1 to V4ഉം പിന്നെ V4 തൊട്ട് V5 തൊട്ട് V7 8ഉം പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി V1 ഓട്ടോമാറ്റിക്കലി വരും. എന്താ, V1 തൊട്ട് V4 വരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്തുകൊണ്ടാണ്, നമുക്ക് ആൾറെഡി എന്താ അറിയാം, നമുക്കറിയാവുന്ന കാര്യം ശ്രദ്ധിക്കുക. C is an abelian group with respect to this addition അല്ലേ. 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ വീണ്ടും കോംപ്ലക്സ് നമ്പർ വരും. Z1 പ്ലസ് Z2 ആഡ് ചെയ്യണതും Z2 പ്ലസ് Z1 ആഡ് ചെയ്യണതും സെയിം ആണ്. പിന്നെ 0 എന്ന് പറഞ്ഞ എലമെൻറ്റ് കോംപ്ലക്സ് നമ്പറിലുണ്ട്. 0 പ്ലസ് Z1 ഈക്വൽ ടു Z1 പ്ലസ് 0 ഈക്വൽ ടു Z1 ഫോർ എവരി Z1 or എവർ സെറ്റ് I belongs to ഏത് സെറ്റ് എടുത്താലും Z പ്ലസ് 0 എന്നും 0 പ്ലസ് Z ഈക്വൽ ടു Z ഫോർ എവരി Z എലമെൻറ്റ് ഓഫ് C ആണ്. അതുപോലെ തന്നെ Z എടുത്തു കഴിഞ്ഞാൽ മൈനസ് Z ഉണ്ടാവും. Z പ്ലസ് മൈനസ് Z ഈക്വൽ ടു മൈനസ് Z പ്ലസ് Z ഈക്വൽ ടു 0 ആണ്. സോ അണ്ടർ അഡീഷൻ്റെ എല്ലാ പ്രോപ്പർട്ടീന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അണ്ടർ അഡീഷൻ C പ്ലസ് എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. ദാറ്റ് മീൻസ് V1 തൊട്ട് V4 വരെയുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്താ V5 അല്ലേ. ഫോർ എനി ആൽഫ എലമെൻറ്റ് ഓഫ് R, V5ക്ക് എന്താ വേണ്ടേ, നമ്മൾ ആൽഫ ഇൻറ്റു Z1 പ്ലസ് Z2 എന്താ വരിക, ആൽഫ ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് I ഇൻറ്റു y1 പ്ലസ് y2 ഈക്വൽ ടു ആൽഫ ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് I ഇൻറ്റു ആൽഫ ഇൻറ്റു y1 പ്ലസ് y2. കാരണം റിയൽ നമ്പേഴ്സാണ്, അവർക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് കാര്യങ്ങളുണ്ട്. സോ മൾട്ടിപ്ലിക്കേഷൻ റിയൽ നമ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ടീവ്. സോ നമുക്ക് വേണ്ട കാര്യം കിട്ടും, ആൽഫ Z1 പ്ലസ് ആൽഫ Z2. സോ V5 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ V6ൽ എന്താ വേണ്ടേ, ഫോർ എനി ആൽഫ കോമ ബീറ്റ എലമെൻറ്റ് ഓഫ് R, Z ഈക്വൽ ടു x പ്ലസ് IY എലമെൻറ്റ് ഓഫ് C അല്ലേ. ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു Z ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു x പ്ലസ് I ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ Y, ആൽഫ എക്സ് പ്ലസ് ബീറ്റ എക്സ് പ്ലസ് I ഇൻറ്റു ആൽഫ വൈ ബീറ്റ വൈ. അതുകൊണ്ട് അത് വീണ്ടും തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. കാരണം എടുക്കുന്ന ആൽഫയും എക്സും നമ്മുടെ ബീറ്റ എല്ലാം തന്നെയാണ് റിയൽ നമ്പേഴ്സാണ്. ആ ഡിസ്ട്രിബ്യൂട്ടീവിലാണ് ഇവിടെ യൂസ് ചെയ്യണത്. സോ ഈക്വൽ ടു ആൽഫ എക്സ് പ്ലസ് I ഇൻറ്റു ആൽഫ വൈ പ്ലസ് ബീറ്റ എക്സ് ഇൻറ്റു I ബീറ്റ വൈ ഈക്വൽ ടു നമുക്ക് വേണ്ട ആൽഫ Z പ്ലസ് ബീറ്റ സെഡിലോട്ട് വരും. സോ V6 എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. അടുത്താരാ V7. ഫോർ എനി ആൽഫ കോമ ബീറ്റ എലമെൻറ്റ് ഓഫ് R, എന്താ ആൽഫ ഇൻറ്റു ബീറ്റ Z ഈക്വൽ ടു എന്താ അറിയാൻ പറ്റും, ആൽഫ ഇൻറ്റു ബീറ്റ എക്സ് പ്ലസ് I ബീറ്റ വൈ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റ എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ വൈ ഈക്വൽ ടു ആൽഫ ബീറ്റ എക്സ് പ്ലസ് I ഇൻറ്റു ആൽഫ ബീറ്റ വൈ. കാരണം എന്താ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് എന്താണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. അതുകൊണ്ടാണ് ആൽഫ ബീറ്റ ഇൻറ്റു ഗാമ എന്ന് പറയുന്നതും ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ എന്ന് പറയുന്നത് എന്തിനാണ് എഫക്റ്റീവ്ലി സെയിം തന്നെയാണ് വരാൻ പോകുന്നത്. ഇനി since the multiplication of real numbers is commutative, from there we can prove that alpha into beta into Z equal to alpha beta into Z equal to beta alpha into Z equal to beta into alpha Z. ഇനി എന്താ, 1 എന്ന് പറഞ്ഞ റിയൽ നമ്പർ ഉണ്ട്. ആ റിയൽ നമ്പർ 1 എവിടെയുള്ളതാണ്, കോംപ്ലക്സിലുള്ള തന്നെയാണ് Z1 എന്ന് പറയുന്നത്. സോ 1 ഇൻറ്റു R എന്ന് പറയുന്നത് 1 ഇൻറ്റു Z തന്നെയാണ് ഫോർ ഓൾ Z എലമെൻറ്റ് ഓഫ് C. സോ നമ്മുടെ എല്ലാ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്തു. സോ C എന്താണെന്ന് പറയാൻ പറ്റും, C is a vector space over R ആണ്. Okay, C satisfies all axioms of vector space and hence C is a vector space over R of real numbers. Okay, അടുത്ത എക്സാമ്പിൾ ആരാ, ലെറ്റ് V ഈക്വൽ ടു Rn. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളാണ്, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു. സെറ്റ് ഓഫ് ഓൾ n ടപ്പിൾസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഫോർ സം പോസിറ്റീവ് ഇൻറ്റഗ്രൽ വാല്യൂ ഓഫ് n. Rn എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണേ, x എന്ന് പറഞ്ഞ എലമെൻറ്റ് ഇനി n ടപ്പിൾ ഉണ്ടാവും അല്ലേ.
എക്സ് ഈക്വൽ ടു അതിനെ x1 x2 എക്സെട്ര എക്സ് എന്ന് പറഞ്ഞിട്ട് ടപ്പിൾസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാളെ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ് പ്ലസ് വൈ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുക, എക്സ് പ്ലസ് വൈ ആഡ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു x1 x2 എക്സെട്ര എക്സ് എൻ, വൈ ഈക്വൽ ടു y1 y2 y3 എക്സെട്ര വൈ എൻ ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് വൈസ് ആഡ് ചെയ്യും. സോ ഫസ്റ്റ് കോർഡിനേറ്റ് x1 പ്ലസ് y1 ആവും, സെക്കൻഡ് കോർഡിനേറ്റ് x2 പ്ലസ് y2 ആവും, എക്സെട്ര എക്സ് എൻ പ്ലസ് വൈ എൻ അല്ലേ. ഇനി ആൽഫ എക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ആൽഫ ഇൻറ്റു എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു x1 x2 എക്സെട്ര എക്സ് എൻ ഈക്വൽ ടു ആൽഫ x1 എക്സെട്ര ആൽഫ x2 എക്സെട്ര ആൽഫ എക്സ് എൻ ആയിട്ട് ഇരിക്കും. ഫോർ എനി x, y element of Rn and alpha element of R from the above definitions it follows that എന്താ രണ്ട് റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിയൽ ആർ എന്നിൽ തന്നെ ഉണ്ടാവും, സ്കലാർ മൾട്ടിപ്ലൈ ചെയ്താൽ ആർ എന്നിൽ തന്നെ ഉണ്ടാവും. എക്സ് പ്ലസ് വൈ ബിലോങ്സ് ടു ആർ എൻ ആൻഡ് ആൽഫ എക്സ് ബിലോങ്സ് ടു ആർ എൻ. ദറ്റ് ഈസ് ആർ എൻ ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ ആൻഡ് സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ ഇതാണ് നമ്മൾ ഏത് വെക്ടർ സ്പേസിൻ്റെ കാര്യത്തിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അവിടുത്തെ അഡീഷൻ എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ക്ലോസ്ഡ് അല്ലേ എന്നുള്ളത് ആദ്യം നോക്കണം. ഇനി V1 എന്താ കാണിക്കേണ്ടത്, എക്സ് പ്ലസ് വൈ ചെയ്ത് കഴിഞ്ഞാലും വൈ പ്ലസ് എക്സ് ചെയ്താലും എഫക്റ്റീവ്ലി സെയിം അല്ലെന്ന് അറിയണം അല്ലേ. അത് ക്ലിയർ ആണ്. കാരണം എന്താ, x1 പ്ലസ് y1 എന്ന് പറയുന്നതും y1 പ്ലസ് x1 എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, എക്സ് ഈക്വൽ ടു എടുത്തു, വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഈക്വൽ വൈ പ്ലസ് എക്സ് ആണ്. കാരണം ആർ എന്ന് പറയുന്ന അണ്ടർ അഡീഷൻ അബീലിയൻ റിയൽ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ടാണിത് ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി വരും. കാരണം റിയൽ നമ്പേഴ്സ് എന്താണ്, അസോസിയേറ്റീവ് ആണ്. ആകെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ n ടപ്പിൾസിൻ്റെ n പോർഷനിലോട്ടായിട്ട്. ഓക്കെ, സിൻസ് റിയൽ നമ്പേഴ്സ് ആർ അസോസിയേറ്റീവ്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നതും എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്ന എഫക്റ്റീവ് എന്തിനായിരിക്കും, സെയിം ആയിരിക്കും. എഴുതുമ്പോൾ ഇത്രയൊക്കെ എഴുതണം എന്ന് മാത്രം, കാരണം ഓരോ എലമെൻറ്റ്സ് ഉണ്ട്, ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ എഴുതേണ്ടി വരുന്ന മാത്രം. ഓക്കെ, ഇനി സീറോ എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ട്. ഇവിടുത്തെ സീറോ ഒറ്റ സീറോ ആയിട്ട് നിൽക്കില്ല. കാരണം എന്താ, എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റ് ഒരു എലമെൻ്റ് അല്ല, എന്തുണ്ട് അതിന് n കോർഡിനേറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ സീറോയ്ക്ക് എന്ത് വേണം, n കോർഡിനേറ്റ്സ് വേണം. അപ്പോൾ 0 0 0 n സീറോസിൻ്റെ കളക്ഷനാണ് എന്തായി മാറാവുന്നത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇൻവേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുക, x1 x2 എക്സെട്ര എക്സ് എൻ്റെ ഇൻവേഴ്സ് എങ്ങനെ ഇരിക്കണം, -x1 -x2 -x3 എക്സെട്ര -xn. കാരണം ഓരോ എക്സ് ഐക്കും എന്തുണ്ട്, ഒരു -xi എക്സിസ്റ്റ് ചെയ്യും. കാരണം ഈച്ച് xi ബിലോങ്സ് ടു എ റിയൽ നമ്പർ. റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് ഏത് xi എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, അതിന് ഒരു നെഗറ്റീവ് ഇൻ്റെ ഇൻവേഴ്സ് അണ്ടർ അഡീഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ -xൻ്റെ കറസ്പോണ്ടിങ് -x എന്ന് പറയുന്നത് ഇറ്റ്സ് എ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് x ഇൻ Rn. ഓക്കെ, സോ എന്ത് ഫോം ചെയ്തു, നമുക്ക് എന്ത് കിട്ടി, Rn ഈസ് എ സാറ്റിസ്ഫൈസ് ഓൾ ദി ആക്സിംസ് ഓഫ് ആൻ അബീലിയൻ ഗ്രൂപ്പ് ആൻഡ് Rn പ്ലസ് ഈസ് ആൻ അണ്ടർ അഡീഷൻ ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. ഇനി V5 എന്താ പറയണത്, ഫോർ എനി ആൽഫ എലമെൻറ്റ് ഓഫ് R x ഈക്വൽ x1 x2 x xn y1 ഈക്വൽ y1 y2 എക്സെട്ര yn ബിലോങ്സ് ടു Rn. ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ആൽഫ x1 പ്ലസ് ആൽഫ y1. മൾട്ടിപ്ലൈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കോർഡിനേറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ വരും. ഈച്ച് കോർഡിനേറ്റ് റിയൽ നമ്പേഴ്സിൻ്റെ സെക്ഷനായിട്ട് കിടക്കുന്നത്, അവിടെ റിയൽ നമ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അത് ഈച്ച് കോർഡിനേറ്റിൽ നമ്മൾ യൂസ് ചെയ്യും. അതായത് കോർഡിനേറ്റിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെയും യൂസ് ചെയ്യാം, ഇവിടെയും യൂസ് ചെയ്യാം, എക്സെട്ര ഇവിടെയും യൂസ് ചെയ്യാം അല്ലേ. ഓരോ സ്ഥലത്തും ഡിസ്ട്രിബ്യൂട്ടീവ് റിയൽ നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് എക്സാക്ട്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു x1 x2 x xn പ്ലസ് ആൽഫ ഇൻറ്റു y1 y2 എക്സെട്ര yn ഈക്വൽ ടു ആൽഫ എക്സ് പ്ലസ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് V5 ശരിയായി. ഇനി V6 എന്താണ്ടാവുക, ഫോർ എനി a, b എലമെൻറ്റ് ഓഫ് R x ഈക്വൽ x1 x2 എക്സെട്ര xn ബിലോങ്സ് ടു Rn. ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു x നീ എന്താണ്ടാവുക, നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. എന്താണ് വ്യത്യാസമല്ല, നേരത്തെ അതിൻ്റെ വിയിലുള്ള റിയൽ നമ്പർ വിയിലുള്ള ഡിസ്ട്രിബ്യൂട്ടീവ്നെസ്സായി യൂസ് ചെയ്തു. ഇവിടെ ആകുമ്പോൾ എഫിലുള്ള ഡിസ്ട്രിബ്യൂട്ടീവ്നെസ്സായി യൂസ് ചെയ്യുന്നു മാത്രം. ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു x1 എന്ന് പറയുന്നത് ആൽഫ x1 പ്ലസ് ബീറ്റ x1 ആണ്. കാരണം വീണ്ടും സെയിം റീസൺ ആണ്, റിയൽ നമ്പേഴ്സ് എന്താണ്, ആ റിയൽ നമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. സോ V6 അതുപോലെ ഹോൾഡ് ചെയ്യും. സിമിലർലി V7 ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു എക്സ് മൾട്ടിപ്ലിക്കേഷൻ ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു xi എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഇൻറ്റു xi എന്ന് പറയുന്നതും ആൽഫ ഇൻറ്റു ബീറ്റ xi എന്ന് പറയുന്ന എഫക്റ്റീവ് തന്നെയാണ്, സെയിം ആണ് അല്ലേ. സോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് അസോസിയേറ്റീവ് ആയതുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്യും. ഇവിടെ ആകെ നമ്മൾ ശ്രദ്ധിക്കുക, Rn ചെയ്യുമ്പോൾ എന്താ ചെയ്യുള്ളൂ, ആറിൽ ചെയ്ത അതേ പരിപാടി n കോർഡിനേറ്റിലോട്ടായിട്ട് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, also the multiplication of real numbers is commutative from what we prove above that alpha into beta x equal to alpha beta into x equal to beta alpha into x equal to beta into alpha x.
1 belongs to R. So 1 നേരത്തെ എടുത്ത പോലെ തന്നെ എന്തെടുക്കും, ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം, 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരാളെ മാത്രമല്ല മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാ കോർഡിനേറ്റിനും എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ എടുക്കണം. പക്ഷേ എല്ലാ കോർഡിനേറ്റിലും 1 മൾട്ടിപ്ലൈ എന്തിനെ കിട്ടും, അതേ എലമെൻറ്റിനെ കിട്ടും. എക്സ് ഐനോട് 1 മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഐ തന്നെ കിട്ടും. കാരണം നമുക്ക് ആൾറെഡി അറിയാം 1 അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം അവിടുത്തെ 1 ഇൻറ്റു എനി റിയൽ നമ്പർ ഈസ് ദ സെയിം റിയൽ നമ്പർ അല്ലേ. ദാറ്റ് മീൻസ് ആർ ഇവിടുത്തെ ഈ 8 കാര്യങ്ങൾ കഴിഞ്ഞാൽ എന്ത് കിട്ടി ഓട്ടോമാറ്റിക്കലി. അപ്പോൾ Rn satisfies the all axioms of the vector space and hence Rn is a vector space over the real numbers. So Rn is a vector space. അപ്പോൾ R2 ഒരു വെക്ടർ സ്പേസ് ആണ്, R3 വെക്ടർ സ്പേസ് ആണ്, R4 വെക്ടർ സ്പേസ് ആണ്, R5 ഒക്കെ വെക്ടർ സ്പേസ് ആണ് ഓവർ R. ഓക്കെ.